നമ്മൾ കുറച്ച് നാളായിട്ടേ പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള മന്ത്രിസഭ, കേരളത്തെ ആര് ഭരിക്കും, എന്ത് സംഭവിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. പ്രവചനങ്ങൾ നിരവധി വന്നു. ഏതായാലും മുൻതൂക്കം UDFനാണ് എന്നുള്ളത് എല്ലാവരും സമ്മതിച്ച കാര്യമാണ്. പിന്നെ അത്ഭുതങ്ങൾ സംഭവിക്കണം LDFന് ഭരണത്തിൽ കയറണമെങ്കിൽ. മെയ് 4-ന് നമുക്കറിയാൻ പറ്റും. ഏകദേശം 10 മണി 11 മണിയോളം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ പറ്റും. ഈ മന്ത്രിസഭയിലെ പല മന്ത്രിമാരുടെ അവസ്ഥ പരിതാപകരമാണ് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. ഞാൻ കുറച്ച് ദിവസം മുമ്പുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് തോറ്റുപോകാൻ സാധ്യതയുള്ള മന്ത്രിമാരുടെ എണ്ണങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടാണ് വീഡിയോ ചെയ്തത്. മാധ്യമങ്ങളും ഇപ്പോൾ അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. എല്ലാവരുടെ അഭിപ്രായത്തിൽ ഈ മന്ത്രിസഭയിലെ 5ഓളം മന്ത്രിമാർ മാത്രമേ ഉറപ്പായിട്ടും വിജയിച്ചു വരാൻ സാധ്യതയുള്ളൂ. ബാക്കി എല്ലാവരും കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്. എന്ത് സംഭവിക്കാം, അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാൻ വയ്യാത്ത അവസ്ഥ. നമ്മുടെ ധനകാര്യമന്ത്രി ബാലഗോപാൽ തൊട്ട് P. രാജീവ്, റോഷി അഗസ്റ്റിൻ, വീണ ജോർജ്, ഗണേഷ് കുമാർ എന്ന് വേണ്ട എല്ലാവരും, R. ബിന്ദു, രാമചന്ദ്ര കടന്നപ്പള്ളി, അബ്ദുൾ റഹ്മാൻ എന്ന് വേണ്ട കേളു എന്ന് വേണ്ട മിക്കവാറും എല്ലാ മന്ത്രിമാരും ശക്തമായ പോരാട്ടം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വിജയിച്ചു വരിക എന്നുള്ളത് അവരുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി മാറി. ഒരുപക്ഷെ അവരുടെ വിജയമാകും ഈ മന്ത്രിസഭയുടെ നിലനിൽപ്പ് തന്നെ. 2021 മന്ത്രിസഭയിലെ മന്ത്രിമാരെ ഒരാൾ മാത്രമേ തോറ്റുള്ളൂ. അത് കുണ്ടറയിലെ മേഴ്സിക്കുട്ടിയമ്മയാണ്. ചില വിവാദങ്ങളിൽ മേഴ്സിക്കുട്ടിയമ്മ പെടുകയും നമ്മുടെ വിഷ്ണുനാഥ് മേഴ്സിക്കുട്ടിയമ്മയെ ഈ തരംഗത്തിനിടയിലും മലർത്തിയടിക്കുകയും ചെയ്തു. കഴിഞ്ഞ മന്ത്രിസഭയിലെ ഒരു വ്യക്തി മാത്രം തോറ്റു. പക്ഷേ ഈ മന്ത്രിസഭയിലെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ ഒരു ഡസനോളം മന്ത്രിമാർ തോക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ അല്പം കൂടെ കടത്തി പറയുകയാണ്, തോറ്റുപോകുന്ന മന്ത്രിമാരുടെ എണ്ണം എടുക്കുന്നതിനേക്കാൾ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് ജയിക്കാൻ സാധ്യതയുള്ള മന്ത്രിമാരുടെ എണ്ണം എടുക്കുന്നതാണ് എന്നാണ് തോന്നുന്നത്. ഉറപ്പായിട്ട് ഈ മന്ത്രിസഭയിൽ നിന്ന് ജയിച്ചു വരാൻ സാധ്യതയുള്ള പ്രമുഖനായ വ്യക്തി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. ധർമ്മടത്ത് നിന്ന് അദ്ദേഹത്തെ തോൽപ്പിക്കണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. മറ്റൊരു വ്യക്തി സജി ചെറിയാനാണ്, ചെങ്ങന്നൂരിൽ നിന്ന്. പല വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ടെങ്കിലും സജി ചെറിയാൻ ചെങ്ങന്നൂരിൽ നിന്ന് വിജയിച്ചു വരാൻ സാധ്യതയുണ്ട്. ബാക്കിയെല്ലാം ഘടകകക്ഷി മന്ത്രിമാരാണ് എന്നുള്ളതാണ് പ്രത്യേകത. CPIയുടെ 3 മന്ത്രിമാരോടും ജയിച്ചു വരും എന്ന് ഏകദേശം ഉറപ്പാണ്. GR അനിൽ നെടുവങ്ങാട് നിന്ന്, പ്രസാദ് ചേർത്തലയിൽ നിന്ന്, K. രാജൻ അദ്ദേഹവും ജയിച്ചു വരാൻ സാധ്യതയുണ്ട്. K. രാജൻ്റെ അവസ്ഥ അല്പം പ്രശ്നമാണ് എന്ന് പറയുന്നത് കിട്ടും. അവിടെ ഒരു അട്ടിമറി നടക്കാനും സാധ്യതയുണ്ട്. എന്നാലും നമ്മുടെ നോട്ടത്തിൽ K. രാജനും ജയിക്കുവാനുള്ള സാധ്യതയുള്ള കൂട്ടത്തിൽ തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. CPIയുടെ മറ്റൊരു മന്ത്രിയാണ് ചിഞ്ചുറാണി. ചടയമംഗലത്ത് നിന്ന് ചിഞ്ചുറാണി ജയിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ചിഞ്ചുറാണിയെപ്പോലുള്ള ഒരു മന്ത്രി ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ശശീന്ദ്രൻ, ഏലത്തൂരിൽ നിന്ന്. ശശീന്ദ്രനും ജയിച്ചു വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ശശീന്ദ്രനെ പോലുള്ളവർ ജയിച്ചു വരാതിരിക്കുന്നതാണ് നല്ലത്. എത്ര പ്രായമുണ്ടെങ്കിലും വടി കുത്തിപ്പിടിച്ചാണെങ്കിലും കസേരയിൽ ഇരിക്കണമെന്നുള്ള അത്യാഗ്രഹമാണ് ശശീന്ദ്രനെ സംബന്ധിച്ച്. കാരണം ആർക്കും വഴിമാറി കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ചില മൂപ്പുലന്മാരെ കണ്ടിട്ടില്ലേ, അതേ രീതി തന്നെയാണ് ശശീന്ദ്രൻ. അദ്ദേഹം ഭരിക്കുന്ന വനംവകുപ്പിൽ ഏതെങ്കിലും നടക്കുന്നുണ്ടോ സംശയമാണ്. എന്നാലും പിണറായി വിജയൻ മന്ത്രിസഭയിലെ പിണറായിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മന്ത്രിയുടെ ഗണത്തിൽപ്പെടാവുന്ന ഒരു മന്ത്രിയായിരുന്നു ശശീന്ദ്രൻ. ശശീന്ദ്രനും അവിടെ തോക്കാൻ സാധ്യതയില്ല. കാരണം അവിടെ ശക്തി കേന്ദ്രമാണ്. ബാക്കി എല്ലാ മന്ത്രിമാരും, നമ്മൾ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മന്ത്രിമാരും എന്ന് നമുക്ക് പറയാം. തൃത്താലയിലെ MP രാജേഷ്, ബലറാമുമായിട്ട് ശക്തമായ മത്സരം നടക്കുന്നു. ഐഷ പോറ്റിയുമായിട്ട് ബാലഗോപാലിൻ്റെ മത്സരം. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലയും ഗണേഷ് കുമാറും തമ്മിൽ ഏറ്റുമുട്ടുന്നു.
അതുപോലെ മാനന്തവാടിയിൽ ആർ കേളു, ആർ ബിന്ദു, പി രാജീവ്, എന്താ മിക്കവാറും മന്ത്രിമാരെല്ലാം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനുള്ള താല്പര്യത്തോടെ നമ്മൾ കാത്തിരിക്കുകയാണ്. ഏതായാലും മെയ് 4 കൃത്യമായിട്ട് അറിയാൻ പറ്റും. കഴിഞ്ഞ മന്ത്രിസഭയിലെ ഏറ്റവും കൂടുതൽ പേരുദോഷം കേൾപ്പിച്ച മന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വീണ ജോർജിൻ്റെ മുഖം പലരുടെയും മനസ്സിൽ ഉയർന്നു വരും. പലരുടെയും മനസ്സിൽ പല പേരുകളാണെങ്കിലും എൻ്റെ മനസ്സിൽ വരുന്നത് വീണ ജോർജ് എന്നുള്ള പേരാണ്. അതിന് പല കാരണങ്ങളുണ്ട്. മന്ത്രിസഭയുടെ ലാസ്റ്റ് തെരഞ്ഞെടുപ്പോടടുത്ത സമയങ്ങളിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനും പെടലുടുക്ക് നാളവും ഒക്കെ ആയിട്ട് വീണ ജോർജ് അങ്ങ് കീർത്തിളങ്ങി. ഒരുപക്ഷെ ഈ വിവാദം നടന്നില്ലായിരുന്നുവെങ്കിൽ വീണ ജോർജിന് അല്പമെങ്കിലും ജയിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ടൈറ്റ് മത്സരം നേരിടുന്ന വീണ ജോർജിനെ നമുക്കവിടെ കാണാൻ പറ്റും. വീണ ജോർജ് സത്യം പറഞ്ഞ വെള്ളം കുടിക്കുക. പിന്നെ കൊട്ടാരക്കരെ ഐഷ്യ പോറ്റിയും ബാലഗോപാലും തമ്മിലുള്ള മത്സരം. ഐഷ്യ പോറ്റിയെ പോലുള്ള ശക്തനായ നേതാവ് മറുവശത്ത് വന്നപ്പോൾ ബാലഗോപാലിനും അല്പം പ്രയാസപ്പെടും. ഗണേഷ് കുമാർ ഇത്രയും നാളത്തിനുള്ളിൽ ഇങ്ങനെയൊരു മത്സരം നടത്തി കാണില്ല. പലപ്പോഴും അദ്ദേഹം നോമിനേഷൻ കൊടുത്തു കഴിയുമ്പം തന്നെ വിജയിക്കുന്ന പത്തനാപുരം ഈ പ്രാവശ്യം ജ്യോതികുമാർ ചാമക്കാലയുമായിട്ട് ശക്തമായ മത്സരത്തിൽ ഏർപ്പെട്ടതായി കാണുന്നുണ്ട്. അതുപോലെ ആർ ബിന്ദുവിൻ്റെ കാര്യം വളരെ പരിതാപകരമാണ്. രാജേന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂർ പാവം പിടിച്ച മനുഷ്യൻ, യാതൊരു പ്രശ്നവുമില്ലാത്ത മനുഷ്യൻ, ആരോടും ശത്രുതയില്ല, ആരോടും ദേഷ്യമില്ല, പാവം പിടിച്ച മനുഷ്യൻ, മാന്യനായ രാഷ്ട്രീയക്കാരൻ. പക്ഷേ പ്രായാധിക്യം അദ്ദേഹത്തെ വല്ലാതെ തളർത്തി. ഒരുപക്ഷെ ഈ പ്രാവശ്യം അദ്ദേഹത്തിന് നിൽക്കാൻ താല്പര്യമില്ലായിരുന്നുവെങ്കിലും പാർട്ടി ഇടപെട്ട് അദ്ദേഹം നിന്നേ പറ്റൂ. അദ്ദേഹം ഇല്ലെങ്കിൽ കണ്ണൂർ ജയിക്കാൻ വളരെ പ്രയാസമാണെന്ന് മനസ്സിലാക്കിയാണ് അദ്ദേഹം തന്നെ നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തിന് വോട്ട് കിട്ടുന്നത് ഇടതുപക്ഷക്കാർ മാത്രമല്ല, കോൺഗ്രസ്സുകാരും ലീഗുകാരും എല്ലാം കുത്തും. അതാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം. പക്ഷേ ഈ പ്രാവശ്യം അദ്ദേഹവും തോറ്റുപോകാനുള്ള സാധ്യത ഉണ്ട്. അബ്ദുൾ റഹ്മാൻ മെസ്സിയെ കൊണ്ടുവരും എന്ന് പറഞ്ഞ് അവസാനം മെസ്സിയില്ല, യാതൊന്നും ഇല്ലാത്ത അവസ്ഥ. മണ്ഡലം മാറ്റി പരീക്ഷിച്ചിട്ടും ഈ പ്രാവശ്യം നന്നായി വിയർക്കുന്നുണ്ട്. തോറ്റുപോകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രതിപക്ഷ നേതാവ് ഒരു ഡസൻ മന്ത്രിമാരെ പറ്റി പറഞ്ഞെങ്കിലും ഒരു ഡസൻ മന്ത്രിമാരെക്കാൾ കൂടുതൽ തോൽക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഒരുപക്ഷെ വൻ തരംഗം വാഞ്ഞടിക്കുകയാണെങ്കിൽ ഈ ജയിക്കുമെന്ന് പറഞ്ഞ പലരും തോക്കാൻ സാധ്യത കാണുന്നുണ്ട്. മെയ് 4 ഒരുപക്ഷെ തെരഞ്ഞെടുപ്പാണ്, വോട്ടെല്ലാം പെട്ടിയിലായി. നമ്മൾ പറഞ്ഞ പോലൊന്നും ഫലിക്കണമെന്നില്ല. തോക്കുമെന്ന് പറഞ്ഞവർ ഒരുപക്ഷെ ജയിക്കുകയും ജയിക്കുമെന്ന് പറഞ്ഞവർ ഒരുപക്ഷെ തോക്കുകയും ചെയ്യും. അതാണ് ജനങ്ങളുടെ വോട്ടിൻ്റെ ശക്തി, ജനാധിപത്യത്തിൻ്റെ ശക്തി. കാത്തിരിക്കാം, കാത്തിരുന്ന് കാണാം മെയ് 4 എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ